Hi all! Anu again. Carbon and its compounds എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന തേർഡ് ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ നമ്മൾ ഇപ്പോൾ രണ്ട് സെഷൻ നമ്മൾ ചെയ്തിരുന്ന കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ കുറേ തിയറിയൊക്കെ പഠിച്ചു അല്ലേ, നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പഠിച്ചു, അതിനായിട്ട് റിവിഷൻ ചെയ്തു. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് നമുക്ക് ബോർഡ് എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, നമുക്ക് ഈ പറയുന്ന കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ശരിക്കും നമുക്ക് ഇപ്പോൾ ഓക്കെ നമ്മൾ വേഴ്സറ്റാലിറ്റി ഓഫ് കാർബൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ, കാറ്റനേഷൻ പഠിച്ചു, ടെട്രാവാലൻസ് റീസണൊക്കെ പഠിച്ചു. അപ്പോൾ ശരിക്കും ഇതെന്താണ്, അതെന്താണ്, അല്ലെങ്കിൽ ഹോമോലോഗ സീരീസ് എന്താണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരെ ചുമ്മാ നമ്മളോട് ചോദിക്കുകയാണോ? അല്ല, ചിലപ്പം അതിങ്ങനെ തിരിച്ചും മറിച്ചും ആപ്ലിക്കേഷൻ ലെവലിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് മനസ്സിലായാലല്ലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം നമുക്കൊരു ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ ഭയങ്കര പാനിക് ആവാതെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ക്രാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ആൻഡ് Q&A സെഷൻ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ മക്കളെ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ബാക്കിയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് റീസൺസ് ഫോർ ദ ഫോളോവിങ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെയൊക്കെ റീസൺസ്, ഇതിൻ്റെ എന്താണ് നമ്മൾ ഈ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചേക്കാം. ഫസ്റ്റ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് എലമെൻറ്റ് കാർബൺ ഫോംസ് കോമ്പൗണ്ട്സ് മെയിൻലി ബൈ കോവലന്റ് ബോണ്ടിങ്. അതായത് കാർബൺ കോമ്പൗണ്ട്സ് മെയിൻലി കോവലന്റ് ബോണ്ട്സ് ആണ് അതിനകത്തുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ നമ്മളുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡയമണ്ട് ഹാസ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. എന്തുകൊണ്ടാണ് ഡയമണ്ടിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്? ദെൻ തേർഡ് വൺ, ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മുടെ കാർബണിൻ്റെ വേറൊരു അലോട്രോപ്പ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗുഡ് കണ്ടക്ടറാണ്. ദെൻ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിന്റെയും റീസൺ ആണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മളുടെ കാർബൺ കോമ്പൗണ്ട്സ് എല്ലാം കോവലന്റ് ബോണ്ട്സ് ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിന്റെ വാലൻസി 4 ആയിരുന്നു അല്ലേ. അപ്പോൾ 4 ആണ് വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ ഏത് 4 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ചിട്ട് 4 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അയണൈസേഷൻ എനർജിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ 4 ഇലക്ട്രോൺസിനെ എടുത്തു മാറ്റുക എന്ന് പറയുന്നതിനും ഒരുപാട് എനർജി വേണം. അതുപോലെ തന്നെ 4 ഇലക്ട്രോൺസും കൂടെ വരാനായിട്ടാണെങ്കിലോ, 4 ഇലക്ട്രോൺസും കൂടെ വരാണെങ്കിൽ ശരിക്കും ആ 4 ഇലക്ട്രോൺസിനെയും കൂടെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ ശരിക്കും നമ്മളുടെ കാർബണിനുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന either ഗെയിനിങ് ഓർ ലൂസിങ്, ഇത് രണ്ടും ഒരുപാട് എനർജി, ഹൈ എനർജി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇൻസ്റ്റെഡ് ഓഫ് ഗെയിനിങ് ഓർ ലൂസിങ് നമ്മുടെ കാർബൺ എപ്പോഴും ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, കോവലന്റ് ബോണ്ടിങ് എന്ന ആ ഒരു രീതിയിലേക്ക് ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത നമ്മളുടെ ഗീവ് റീസൺ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഡയമണ്ടിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, ഡയമണ്ടിന്റെ സ്ട്രക്ചർ, അതിനകത്തെ കാർബൺ ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? സ്ട്രോങ് കോവലന്റ് ബോണ്ട്സ് ആണ്, 3 ഡയമെൻഷനിലായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കാണ് കാർബൺ ആറ്റംസിനെ. അവർ തമ്മിൽ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നുമില്ല, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്സ് ആണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്സ് ആയതുകൊണ്ട് ആ ബോണ്ട്സ് ബ്രേക്ക് ചെയ്ത് മെൽറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചറിലേ ഉള്ളൂ ഈ ഒരു ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡയമണ്ട് ഹാസ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇനി നമുക്ക് അറിയേണ്ടത് ഗ്രാഫൈറ്റ് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് അപ്പോൾ നമുക്കറിയാലോ, ശരിക്കും ഒരു കാർബണിന് 4 വാലൻസി ഉണ്ട്. പക്ഷെ ഗ്രാഫൈറ്റിൽ കാർബൺ വേറെ 3 കാർബൺ ആറ്റംസിനോട് മാത്രമേ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓരോ കാർബൺ ആറ്റത്തിനും ഓരോ ഫ്രീ ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ് കാർബണിന് ശരിക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ഗ്രാഫൈറ്റ് ഒരു ഗുഡ് കണ്ടക്ടർ ആക്കുന്നതിന്റെ റീസൺ എന്താണ്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്.
ഇനി ഹോമോലോഗസ് സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഡിഫൈൻ ഹോമോലോഗസ് സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ലിസ്റ്റ് ഇറ്റ്സ് 2 characteristics, റൈറ്റ് ദ നെയിം ആൻഡ് ഫോർമുല ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ സീരീസ് ഓഫ് ആൽക്കീൻസ്. അപ്പോൾ മക്കളെ ശരിക്കും ഹോമോലോഗസ് സീരീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു തിയറി ബേസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന കണ്ടില്ലേ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കീൻ സീരീസ് ഏതാണ്? അപ്പോൾ ആൽക്കെയിൻ സീരീസ് ചോദിക്കാം, ആൽക്കൈൻ സീരീസ് ചോദിക്കാം, ദെൻ ഈ ഏതെങ്കിലും ഒരു മെമ്പേഴ്സിന്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ചോദിക്കാം, ജസ്റ്റ് സ്ട്രക്ചറൽ ഫോർമുല ചോദിക്കാം, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതിനകത്ത് ഹോമോലോഗസ് സീരീസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? ശരിക്കും സെയിം ഫങ്ഷണൽ ഗ്രൂപ്പും സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസും ഉള്ള സീരീസ് ഓഫ് ഒരു നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ ശരിക്കും അവരിലെ ഓരോ മെമ്പേഴ്സ്, അതായത് അവർക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് എല്ലാ മെമ്പേഴ്സിനും. അപ്പോൾ അതിലെ ഈ ഓരോ മെമ്പേഴ്സും തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു സക്സസീവ് മെമ്പേഴ്സും തമ്മിൽ 14 മാസ് യൂണിറ്റിന്റെ വ്യത്യാസമുണ്ട്. ഒരു കാർബണും 2 ഹൈഡ്രജനും കൂടെ വരുമ്പോൾ 12ഉം 1ഉം എത്രയാവും? 14 മാസ് യൂണിറ്റ് വ്യത്യാസം വരും. അപ്പോൾ ദെൻ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ച് അറിയാവുന്ന കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇത് 2 കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഓരോ മെമ്പേഴ്സ് തമ്മിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഗ്രഡേഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവർക്ക് എല്ലാവർക്കും ഒരു സെയിം ജനറൽ ഫോർമുല ഉണ്ട് അല്ലേ. ഈ ജനറൽ ഫോർമുല വെച്ചിട്ട് ഇതിനകത്ത് എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറഞ്ഞ കേട്ടോ. ആൽക്കെയിൻ ആയിരുന്നെങ്കിലോ CnH2n+2, ആൽക്കീൻ ആണെങ്കിൽ CnH2n, ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2. ഓർക്കുന്നുണ്ടാവും. അപ്പം ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു ജനറൽ ഫോർമുലയുടെ ബേസിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആണ് ആൻഡ് ദേ ഷോ എ ഗ്രഡേഷൻ ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അങ്ങനെ ഇതിൽ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കീൻ സീരീസ് ഏതാണ്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും അല്ലേ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അങ്ങനെയാണ് സീരീസ് പോവുക. അതിൽ ആൽക്കെയിൻ സീരീസ് ആണെങ്കിൽ ഫസ്റ്റ് മെമ്പർ മീഥെയിൻ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ആൽക്കീൻ സീരീസ് ആണ്, ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മെമ്പർ ആരാണ്? C2H4 എഥീൻ ആണ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹോമോലോഗസ് സീരീസിൽ നിന്ന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും വി ഷുഡ് ബി ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആക്ച്വലി ഇത്. വാട്ട് ആർ ദ ഹൈഡ്രോകാർബൺസ്? റൈറ്റ് ദ നെയിം ആൻഡ് ജനറൽ ഫോർമുല ഓഫ് saturated hydrocarbons, unsaturated hydrocarbons and draw the structure of one hydrocarbon of each type. അപ്പോൾ മക്കളെ ഹൈഡ്രോകാർബൺസ് എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്? ഹൈഡ്രജനും കാർബണും ഈ 2 എലമെന്റ്സ് കൂടി ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കും. ദെൻ അതിനകത്ത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രം ഉണ്ടായിരുന്നവരായിരുന്നു. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ either if there is a double bond or triple bond അവർ അൺസാച്ചുറേറ്റഡ് ആയിരുന്നു. അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആരായിരുന്നു? ആൽക്കെയിൻസ് ആണ്. അപ്പോൾ അവർ CnH2n+2. അപ്പോൾ അതിനകത്ത് നമുക്കൊരു മെമ്പർ ആരാണ്? മീഥെയിൻ ആണ്, CH4 ആണ്. ദെൻ CH4ന്റെ സ്ട്രക്ചർ കണ്ടില്ലേ ഇതിനകത്ത്. ദെൻ അടുത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്താണ്? അവരുടെ സ്ട്രക്ചർ ഓരോ മെമ്പേഴ്സിന്റെ. അപ്പോൾ ഏത് ഒരു ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആണ്. അതിൽ ഡബിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരുന്നു ആൽക്കീൻസ് എന്ന് പറയുന്നത്, CnH2n. അതേസമയം ട്രിപ്പിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആയിരുന്നു ആൽക്കൈൻസ് എന്ന് പറയുന്നത്, CnH2n-2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൽക്കീൻസിനകത്തെ ഒരു മെമ്പറാണ്. എൻ്റെ ഫസ്റ്റ് മെമ്പർ ആരാണ്? എഥീൻ. ഇതിന്റെ സ്ട്രക്ചർ കണ്ടല്ലോ. ദെൻ അടുത്തത് നമ്മുടെ ആൽക്കൈനകത്തെ ഫസ്റ്റ് മെമ്പർ ആരാണ്? നമ്മളുടെ എഥൈൻ ആണ്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഫസ്റ്റ് മെമ്പർ. അപ്പോൾ എഥൈൻ്റെ സ്ട്രക്ചറും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സും നിങ്ങൾ വരയ്ക്കാനായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കൊരു പേര് കിട്ടിയാൽ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറും വരയ്ക്കാനും സ്ട്രക്ചർ കണ്ടാൽ പേരിടാനും ഒക്കെ നമ്മൾ റെഡി ആയിരിക്കണം. ഇനി നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്. അപ്പോൾ നമുക്ക് 4 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഈ ഓരോ കോമ്പൗണ്ട്സിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന കോമ്പൗണ്ട് കണ്ടോ? CH3, CH2, CH2OH. അപ്പോൾ ദാ ഇവിടെ നമുക്ക് ഹൈഡ്രോകാർബണിൽ എക്സ്ട്രാ വന്നേക്കുന്ന ഹെറ്ററോ ആറ്റം ഏതാണ്?
OH ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ OH ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ് നമ്മൾ പഠിച്ചേക്കുന്നത്? ആൽക്കഹോൾ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ സഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓൾ ആണ് അല്ലേ, ആൽക്കഹോളിൻ്റെ OL ഓൾ. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ വന്നേക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അതായത് ആൽക്കഹോൾ ആണ് കേട്ടോ. ദെൻ രണ്ടാമത് കണ്ടേക്കുന്നത് CH3 CH2 CH2 COOH. ഇവിടെ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? COOH. C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH ഓർക്കുന്നില്ലേ? ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്, ഓയിക് ആസിഡ് ആണ് ശരിക്കും നമുക്ക് സഫിക്സ് ആയിട്ട് വരിക. ദെൻ അടുത്തത് ആരാണ്? CH3 CH2 CHO ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്നാണ് പഠിച്ചേക്കുന്നത്? ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതായത് നമുക്ക് എഥനാൽ മെഥനാൽ എന്നൊക്കെ വരും. അപ്പോൾ AL ആണ് നമുക്ക് സഫിക്സ് ആയിട്ട് വരിക. ദെൻ അടുത്ത ലാസ്റ്റ് ഇതെന്താണ്? CH3 CO CH2 CH3. CO ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ കീറ്റോണിൻ്റെ സഫിക്സ് ആണ് ഓൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും പോർഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും ക്ലിയർ ആവാനുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വേണമായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള രീതിയിൽ കൺസേൺ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കാം. നമുക്ക് അടുത്ത വീഡിയോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ എല്ലാ ക്ലാസ്സുകളും കേൾക്കണം കേട്ടോ. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ അതിൻ്റെ ലെസൺസൊക്കെ നന്നായിട്ട് കേട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസൊക്കെ നിങ്ങൾ തീർത്തേക്കണം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് നിങ്ങൾ ചെയ്യും, എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഞാനൊരു ടെലിഗ്രാം ചാനൽ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജസ്റ്റ് ഈ ഒരു 1-2 ആഴ്ച കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് മൊത്തത്തിൽ സയൻസ് മാത്രമല്ല, ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ ഒരു കോപ്പറേഷൻ അനുസരിച്ചിട്ട് നമ്മളത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ. നിങ്ങളുടെ റെസ്പോൺസ് ബേസ് ചെയ്തിട്ട് നമ്മളത് അവസാനം ഒരു ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ എത്ര ചാപ്റ്റേഴ്സ് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒന്ന് കൃത്യമായിട്ടൊരു കണക്കൊക്കെ നോക്കിയിട്ട് ഒരു ദിവസം അതിനനുസരിച്ച് എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഉണ്ട്, നമുക്ക് എത്ര ദിവസങ്ങൾ നമ്മുടെ ബോർഡ് എക്സാമിന് മുമ്പുണ്ട് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഇന്ന ചാപ്റ്റേഴ്സ് എന്ന് വെച്ചിട്ട് നമ്മളൊന്ന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ ഇന്ന പോർഷൻസ് പഠിക്കാനായിട്ട് പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസവും അല്ലെങ്കിൽ നമ്മൾ പോർഷൻസ് അങ്ങനെ തീർത്ത് എല്ലാ വീക്കെൻഡിലും നമുക്ക് ആ ഓരോ വീക്കിൻ്റെയും കംപ്ലീറ്റ് റിവിഷനൊക്കെ നോക്കി നമുക്ക് മൊത്തത്തിൽ പോർഷൻ സയൻസ് മാത്രമല്ല കംപ്ലീറ്റ് സിലബസ് ഒന്ന് കവർ ചെയ്താലോ എന്നൊരു ആലോചന ഇല്ലാണ്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ സയൻസും നമ്മളുടെ ക്വസ്റ്റ്യൻസും ബാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ചെറിയ ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ എനിവേ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടേക്കുക. ദെൻ വഴിയെ നമ്മളുടെ അടുത്ത പ്ലാൻസൊക്കെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കണം. അതനുസരിച്ച് നമ്മുടെ ചാനലിൻ്റെ കണ്ടൻസൊക്കെ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് മിടുക്കരായിട്ടിരിക്കാം. ബൈ.